സൈലം SSC എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം SSC എക്സാംസ് ആണെങ്കിലും റെയിൽവേ എക്സാംസ് ആണെങ്കിലും നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. സോ ഈ എക്സാംസിന് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഇൻക്ലൂഡിങ് സ്പേസ് CA ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡി? അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീഡിയോ കംപ്ലീറ്റ് കാണുക. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ചാണ് SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. സോ CGL ഇപ്പോൾ അവസാനിച്ചു അല്ലേ, 2025 CGL ഇപ്പോൾ അവസാനിച്ചു. ഇനി അടുത്ത വർഷം 2026 വരാൻ പോകുന്ന SSC കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങളെ പരിശീലിപ്പിക്കാനായി സൈലം SSC ഒരുക്കുന്ന ബാച്ചാണ് SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. 500+ hours of live class, 2 hours ആയിരിക്കും ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. 6 days നിങ്ങൾക്ക് വീക്കിലി ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ ക്ലാസ്സുകൾ 29-ാം തീയതി സെപ്റ്റംബർ 29-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ക്ലാസ്സുകൾ. അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. എൻക്വയറിക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, അതുകൂടാതെ തന്നെ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് വിത്ത് അനു എന്ന് പറയുന്ന എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ജോയിൻ ചെയ്യുന്നത് വഴി മാറി വരുന്ന കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും പോൾസ് ക്വിസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. സോ ജോയിൻ ചെയ്യുക എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക്. റെഡി? അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് സ്പേസ് മിഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോക്കാം. ISRO ലോഞ്ചസ് ഹിസ്റ്റോറിക് സ്പാർഡെക്സ് മിഷൻ ഫോർ സ്പേസ് ഡോക്കിംഗ്. അപ്പോൾ എന്താണ് ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്? അതായത് 2 സ്പേസ് ക്രാഫ്റ്റുകളെ ജോയിൻ ചെയ്യുന്ന ഒരു മിഷനാണ് ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ സ്പാർഡെക്സ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്പേസ് എക്സ്പ്ലോറേഷനിലെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ സ്പേസ് ഡോക്കിംഗ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള 4ാമത്തെ കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനു മുന്നേ റഷ്യ, ചൈന, US, ചൈന എന്നീ രാജ്യങ്ങൾ ഓൾറെഡി സ്പേസ് ഡോക്കിംഗ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഏത് സ്പേസ് ഏജൻസിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ഇന്ത്യയിലെ സ്പേസ് മിഷനുകളിൽ ഒരു പൊൻതൂവൽ എന്ന് പറയുന്ന സ്പേസ് ഡോക്കിംഗ് നമ്മളെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ISRO ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആണ് സ്പേസ് ഡോക്കിംഗ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, സക്സസ്ഫുള്ളി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഡിസംബർ 30, 2024 സ്പേസ് ഡോക്കിംഗ് ചെയ്യാനുള്ള SDX-01 ആൻഡ് XDX-02 2 സ്പേസ് ക്രാഫ്റ്റുകളെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് യൂസ് ചെയ്തിട്ടുള്ള റോക്കറ്റ് എന്ന് പറയുന്നത് PSLV C-60 റോക്കറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. SDX-01 ആൻഡ് XDX-02 ആണ് 2 സ്പേസ് ക്രാഫ്റ്റുകൾ. ലോഞ്ച് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റ് എന്ന് പറയുന്നത് PSLV C-60 ആണ് എന്നുള്ള കാര്യം നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ജനുവരി സക്സസ്ഫുള്ളി സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്തത് 16 ജനുവരി 2025 കാര്യം നോക്കി വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്പാർഡെക്സ് മിഷൻ എന്താണ്? സ്പേസ് ഡോക്കിംഗ് അല്ലെങ്കിൽ സ്പാർഡെക്സ് മിഷൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. നെക്സ്റ്റ് ആണ് അമിത് ഷാ ലോഞ്ച് CBI's ഭാരത് പോൾ പോർട്ടൽ. എന്താണ് ഈ ഭാരത് പോൾ പോർട്ടൽ എന്ന് പറയുന്നത്? അതായത് യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആയിട്ടുള്ള ശ്രീ അമിത് ഷാ ആണ് ഭാരത് പോൾ പോർട്ടൽ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? CBI അല്ലെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഭാരത് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ പോലീസിനെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരത് പോൾ പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് റിയൽ ടൈം ഇന്റർനാഷണൽ പോലീസ് കണക്ടിവിറ്റി, അതായത് പല രാജ്യങ്ങളിലെയും പോലീസ് ഓർഗനൈസേഷനുകളെ ഒരുമിച്ച് ഉള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഇന്റർനാഷണൽ പോലീസ് എന്ന് പറയുന്നത് അല്ലെ, ലൈക്ക് ഇന്റർപോൾ ഒക്കെ പോലെ. സോ ഇതേപോലെയുള്ള ഏജൻസികളുമായിട്ടുള്ള റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ഉറപ്പാക്കുന്നതിനാണ് ഈ ഒരു ഭാരത് പോൾ പോർട്ടൽ CBI ലോഞ്ച് ചെയ്തിരിക്കുന്നത്.
അത് കൂടാതെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ലേഷണൽ ക്രൈംസ്, അതായത് ക്രോസ് ബോർഡർ ക്രൈംസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയി ടാക്കിൾ ചെയ്യാനും ഈ ഒരു പോർട്ടൽ ഉള്ളത് വഴി നമുക്ക് സാധിക്കുന്നതാണ്. സോ ഭാരത് പോൾ മറക്കാതിരിക്കുക. ദ പോർട്ടൽ വിൽ ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് അക്രോസ് ദ ഇന്ത്യ. അപ്പോൾ അക്രോസ് ദ ഇന്ത്യ ഉള്ള ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇതുവഴി സാധിക്കുന്നതാണ്. സോ ഭാരത് പോൾ പോർട്ടൽ CBI ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റിയൽ ടൈം ഇന്റർനാഷണൽ പോലീസ് അസിസ്റ്റൻസ് ആണ് ഇതുവഴി ലഭിക്കുന്നത്. എന്തെങ്കിലും ക്രോസ് ബോർഡർ ക്രൈംസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരത് പോൾ പോർട്ടൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർപോൾ എന്നാണ് ഇവിടെ ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ്, യശോദ AI ഇനീഷ്യേറ്റീവ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിരിക്കും യശോദ AI ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. മഹാത്മാ ജ്യോതിബ ഫുലെ റോഹിൽഖണ്ഡ് യൂണിവേഴ്സിറ്റി ബറേലി ഉത്തർപ്രദേശില് വുമൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലിറ്ററസി വർക്ക്ഷോപ്പ് നടന്ന സമയത്താണ് ലിറ്റററി വർക്ക്ഷോപ്പ് യശോദ AIന്റെ അണ്ടറിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ യശോദ AI എന്ന് പറയുന്നത് ആക്ച്വലി സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു AI എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് AI എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ് ഫോർ വുമൺ ആണ് യശോദ AI എന്ന് പറയുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അല്ലെങ്കിൽ NCW ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. NCWയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണ് വിജയ കിഷോർ രഹത്കർ. സോ എസ്പെഷ്യലി റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയയിലുള്ള സ്ത്രീകളുടെ ഇടയിൽ AI കുറിച്ചും സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചും ഡിജിറ്റൽ സേഫ്റ്റിനെ കുറിച്ചും അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്കിടയിൽ ഒക്കെ ഈ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആസ് ഓഫ് ജൂലൈ 2025 11 വർക്ക്ഷോപ്പ് ഓൾറെഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. റൂറൽ ഏരിയയിലുള്ള AI യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെക്നോളജി ചെയ്യാനായിട്ട് സ്ത്രീകളെ പരിശീലിപ്പിക്കുക, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ AI ഡിജിറ്റൽ പാസ്പോർട്ട്, ഇറ്റ് ഇൻട്രൊഡ്യൂസ് ടൂൾസ് ലൈക്ക് AI ഡിജിറ്റൽ പാസ്പോർട്ട്. ഇതെന്ന് പറയുന്നത് ഹിന്ദി ബുക്ക്ലെറ്റ് ഫോർ ടാക്ലിംഗ് AI ലേണിംഗ് ഈസി ആയിട്ട് പഠിക്കുന്നതിനായിട്ട് ഹിന്ദിയിലുള്ള ബുക്ക്ലെറ്റുകൾ, AI ലിറ്ററസി ടൂൾ കിറ്റ്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠിക്കുന്നതിനായിട്ട് AI ലിറ്ററസി ടൂൾ കിറ്റ് പോലെയുള്ള ഇനീഷ്യേറ്റീവ്സും യശോദ AIയുടെ ഭാഗമായി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. സോ യശോദ AI മറക്കാതിരിക്കുക. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. റൂറൽ ഏരിയയിലുള്ള സ്ത്രീകളുടെ ഇടയിൽ AI കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യശോദ AI കൊണ്ടുവന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ്, ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പുതിയൊരു ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ആണ് ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏകദേശം 6 കിലോമീറ്റർ × 6 കിലോമീറ്റർ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഹൈ വെതർ പ്രഡിക്ഷൻ സ്പേഷ്യൽ റെസൊല്യൂഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി പൂനെ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ 6 കിലോമീറ്റർ × 6 കിലോമീറ്റർ സ്പേഷ്യൽ റെസൊല്യൂഷൻ ആണ്. ഹൈ റെസൊല്യൂഷൻ വെതർ പ്രഡിക്ഷൻ മോഡൽ ആണ് ഈ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ലൈക്ക് സൈക്ലോൺസ്, ഹെവി റെയിൻഫോൾ, മൺസൂണിന്റെ വേരിയബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പ്രഡിക്റ്റ് ചെയ്യുന്നത്. സിൻസ് 2022 എന്താണ് ഇതിന്റെ സ്കെയിലബിലിറ്റി, അതായത് പരിശോധിച്ച് വരികയാണ്. ആൻഡ് നൗ ഇസ് ബീങ് സ്കെയിൽ ഫോർ നാഷൻ വൈഡ് ആൻഡ് ഒപ്റ്റിമൈൽ യൂസിന് ഇത് ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ്. ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ BFS എന്ന് പറയുന്നത് 2022 മുതൽ ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഒരു ഹൈ പെർഫോമൻസ് കൊമേഴ്ഷ്യൽ സപ്പോർട്ട് തരുന്ന പ്ലാറ്റ്ഫോമാണ് ഈ നമ്മുടെ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. റെഡി? Next, India developed 2 genome edited rice varieties, DRR Dahan 100 അല്ലെങ്കിൽ കമല,
പുസ DST റൈസ് 1 എന്ന് പറയുന്ന 2 ജീനോം എഡിറ്റഡ് റൈസ് വെറൈറ്റീസ് ആണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസീലിയന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇപ്പം വളരെ വരൾച്ച വന്നു അല്ലെങ്കിൽ ഉപ്പുവെള്ളം, ഇതിനെയൊക്കെ ടോളറേറ്റ് ചെയ്യുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു റൈസ് വെറൈറ്റീസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. CRISPR Cas9 ജീനോം എഡിറ്റിംഗ് ടെക്നോളജിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് DNA കറക്ഷൻ ആണ് വിത്തുകളിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചേഞ്ചിങ് ഓർ കറക്റ്റിംഗ് DNA ഓഫ് ലിവിങ് ഓർഗാനിസം ആൻഡ് ഗെറ്റ് ഡിസൈർഡ് റിസൾട്ട്. അതായത് ജീനോം എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അതായത് ലിവബിൾ ആയിട്ടുള്ള വിത്തിന്റെ ഉള്ളിൽ ജീൻസ് എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് തരുന്ന രീതിയിൽ ഇതിന്റെ ജീൻസ് എഡിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, India is building its first ever polar research vessel in collaboration with Norway. So, ഇന്ത്യ ഏത് രാജ്യവുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ഫസ്റ്റ് എവർ പോളാർ റിസർച്ച് വെസൽ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ നോർവേ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. കൊൽക്കത്ത ബേസ്ഡ് ഗാർഡൻ റിസർച്ച് ഷിപ്പ് ബിൽഡേഴ്സും എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആൻഡ് നൊവേറിയൻ ഫേം കോങ്സ്ബർഗും ചേർന്നിട്ടാണ് ഈ ഒരു ഫസ്റ്റ് എവർ പോളാർ റിസർച്ച് വെസൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് പോളാർ ആൻഡ് സതേൺ ഓഷ്യനിലുള്ള ഇന്ത്യയുടെ റിസർച്ച് ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇന്ത്യ ആദ്യമായി ഫസ്റ്റ് എവർ പോളാർ റിസർച്ച് വെസൽ ഉണ്ടാക്കിയിരിക്കുന്നത് നോർവേയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ്, ഹിയർ കംസ് ദി ആദിത്യ L1 മിഷൻ. അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് സോളാർ മിഷൻ ആണ് ആദിത്യ L1 എന്ന് പറയുന്നത്, അല്ലെ? സോ ആദിത്യ L1 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. ഓൾറെഡി കേർണലിലുള്ള സോളാർ ഫ്ലെയറിന്റെ ഇമേജുകളും അവിടെ ഉണ്ടാവുന്ന സൺ ആൻഡ് സണ്ണിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള കാര്യങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ആദിത്യ L1 മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചു തുടങ്ങി, അല്ലെ? സോ സണ്ണിനെ ചുറ്റിലുമുള്ള അറ്റ്മോസ്ഫിയർ പഠിക്കുന്നതിന് വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ നിന്ന് അയച്ചിട്ടുള്ള സോളാർ മിഷൻ ആണ് ആദിത്യ L1 എന്ന് പറയുന്നത്. PSLV C-57 റോക്കറ്റ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ആദിത്യ L1 മിഷനിലുള്ള സ്പേസ് ക്രാഫ്റ്റിനെ നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഹാലോ ഓർബിറ്റിലാണ്. അതായത് ഹാലോ ഓർബിറ്റിലുള്ള ലഗ്രാഞ്ചെ പോയിന്റിലാണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ സണ്ണിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ സണ്ണിന് ചുറ്റുമുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, അതായത് ക്രോമോസ്ഫിയർ, കൊറോണ, സോളാർ വിൻഡ്, കൊറോണൽ മാസ് ഇജക്ഷൻസ്, സോളാർ ഫോട്ടോസ്ഫിയർ, അങ്ങനെ സണ്ണിന് ചുറ്റുമുള്ള കാര്യങ്ങളും സണ്ണിന്റെ അറ്റ്മോസ്ഫിയറും പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടി ആദിത്യ L1 7 സയന്റിഫിക് പേലോഡ്സ് ആണ് ക്യാരി ചെയ്തിട്ടുള്ളത്. സോ ഏതൊക്കെയാണ് ആ പേലോഡ് എന്നുള്ളത് നോക്കിയിട്ട് 7 എണ്ണത്തിന്റെ പേര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഇന്ത്യയുടെ ഫസ്റ്റ് സ്പേസ് ബേസ്ഡ് ഒബ്സർവേറ്ററി ഫോർ സോളാർ റിസർച്ച്. അപ്പൊ സോളാർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ഉദ്യമമാണ് എന്തെന്ന് പറയുന്നത് ആദിത്യ L1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നിസാർ മിഷൻ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ് നിസാർ എന്ന് പറയുന്നത്. നിസാർ എന്ന് പറയുന്നത് എർത്ത് ഒബ്സർവേഷൻ പ്രോജക്റ്റ് ആണ്. നാസയും ISROയും കൂടിയും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള എർത്ത് ഒബ്സർവേഷൻ പ്രോജക്റ്റ് ആണ് നിസാർ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇറ്റ് വിൽ ബി വേൾഡ്സ് ഫസ്റ്റ് ഡ്യുവൽ ഫ്രീക്വൻസി റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. അപ്പോൾ വേൾഡിലെ ആദ്യത്തെ ഡ്യുവൽ ഫ്രീക്വൻസി, 2 ഫ്രീക്വൻസി പുറപ്പെടുവിക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് നിസാർ എന്ന് പറയുന്നത്. L-ബാൻഡ് റഡാർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നാസയും S-ബാൻഡ് റഡാർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ISROയുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നാസയും ISROയും ചേർന്നിട്ടുള്ള കൊളാബറേറ്റീവ് മിഷൻ ആണ്. അതുകൂടാതെ തന്നെ 2 ഫ്രീക്വൻസി ഡ്യുവൽ ഫ്രീക്വൻസി റഡാർ സാറ്റലൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത്, റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന റോക്കറ്റ് എന്ന് പറയുന്നത് GLSLV Mk2 റോക്കറ്റ് ആണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് ഈ സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത്. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ലാൻഡ് യൂസിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രധാനമായിട്ടും അഗ്രികൾച്ചർ മാനേജ്മെന്റ്, ഫോറസ്ട്രി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റഡി ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ നിസാർ മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആണ് നമ്മുടെ ആക്സിയോം 4 മിഷൻ. ഈ ആക്സിയോം 4 മിഷൻ എന്ന് പറയുന്നത് 4th പ്രൈവറ്റ് ആസ്ട്രോനറ്റ് മിഷൻ ആണ് ടു ദി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ ഓഫ് US കമ്പനി ആക്സിയോം സ്പേസ്, അതുകൊണ്ടാണല്ലോ ആക്സിയോം 4 എന്ന് പറയുന്നത്. സോ US ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള ആക്സിയോം സ്പേസിന്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള 4ാമത്തെ ഉദ്യമമാണ് ആക്സിയോം 4 എന്ന് പറയുന്നത്. അപ്പൊ നാസയുമായും സ്പേസ് എക്സുമായിട്ടാണ് ആക്സിയോം 4 മിഷൻ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ആണ് ബൈ ദി ഫാൽക്കൺ 9 ലോഞ്ച് വെഹിക്കിൾ. നാസയുടെ കെനഡി സ്പേസ് സെന്റർ ഫ്ലോറിഡയിൽ വെച്ചാണ് 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലോഞ്ചിങ് വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്തത് ഫാൽക്കൺ 9 ആണ്. സോ അപ്പൊ ഈ ഫാൽക്കൺ 9 എന്ന് പറയുന്നത് ഒരു 2 സ്റ്റേജ് റീയൂസബിൾ ലോഞ്ചിങ് വെഹിക്കിൾ ആണ് എന്നുള്ള കാര്യം നോക്കുക. ഇതിലുള്ള ആസ്ട്രോനട്സ് ശുഭാൻഷു ശുക്ല, പെഗി വിറ്റ്സൺ, സ്റ്റൗസ് ഉസാൻസ്കി ആൻഡ് ടിബൂർ കാപ്പു, ഹംഗറി. അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് to realize the return to human space flight for India, Poland and Hungary. അപ്പോൾ ആക്സിയോം 4 മാർക്സ് ഈച്ച് നേഷൻസ് ഫസ്റ്റ് മിഷൻ ടു ദി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇൻ ഹിസ്റ്ററി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മിഷൻ ടു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇൻ ഹിസ്റ്ററി. സോ ആക്സിയോം 4 മിഷൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ഉള്ളതാണ് പ്രോഭ 3. പ്രോഭ 3 മിഷൻ എന്ന് പറയുന്നത് ESAയും ISROയും കൂടിയും കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രോഭ 3 മിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ISROയുടെ PSLV C59 റോക്കറ്റ് ആണ് പ്രോഭ 3 മിഷൻ ലോഞ്ച് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്തത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് ഇത് ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം ആലോചിക്കാം. 2 സാറ്റലൈറ്റുകളാണ് പ്രോഭ 3 മിഷനിൽ നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ക്രോണോഗ്രാഫ് SSC ആൻഡ് ഒക്ലട്ടർ SSC, OSSC ആൻഡ് CSSC, ഈ 2 സാറ്റലൈറ്റുകളെയാണ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടെസ്റ്റ് പ്രിസിഷൻ ഫ്ലൈയിങ്, ക്രിയേറ്റ് ആൻ ആർട്ടിഫിഷ്യൽ സോളാർ എക്ലിപ്സ് ആൻഡ് സ്റ്റഡി സോളാർ കൊറോണ, സോളാർ വിൻഡ് ആൻഡ് കൊറോണൽ മാസ് ഇജക്ഷൻസ്. ഇത് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് പ്രോഭ 3 മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ESA ആൻഡ് ISRO കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രോഭ 3 മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മുടെ റൂമി 1 റീയൂസബിൾ ഹൈബ്രിഡ് അൾട്ടിമേറ്റ് മിഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് റൂമി 1 എന്ന് പറയുന്നത്. വേൾഡ്സ് ഫസ്റ്റ് മൊബൈൽ റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ് ആണ് റൂമി 1. ഓഗസ്റ്റ് 24, 2024 ചെന്നൈ, തമിഴ്നാടുവിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പേസ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള സ്പേസ് സോണും മാർട്ടിൻ ഗ്രൂപ്പും കൂടിയും കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് റൂമി 1 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റവും സോളിഡ് ഫ്യൂലും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു റൂമി 1 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക ആൻഡ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും കുറേ സ്പേസ് മിഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഏതൊക്കെ ടോപ്പിക്കിലാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.